ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്. ഈ ഒരു സമയത്ത് നിങ്ങൾ സ്നേഹിക്കുന്ന പേഴ്സൺ നിങ്ങളോട് എന്തെങ്കിലും മനസ്സ് തുറന്ന് പറയണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. തേർഡ് പാർട്ടി, ഹോൾഡിംഗ് ബാക്ക്, വാല്യൂസ്, ഫോർഗീവ്നെസ് ആണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ട് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ള ബന്ധമാണ് എന്നുണ്ടെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടി അവരുടെ ലൈഫിൽ നിൽക്കുന്നത് മൂലം നിങ്ങളോട് അവർ ആത്മാർത്ഥമായൊരു സ്നേഹമോ കാര്യങ്ങളോ ഒന്നും തന്നെ പ്രകടിപ്പിച്ചിരുന്നില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോ നിങ്ങളുടെ ഒരു വാല്യൂ അവർ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന സമയമാണ് എന്നുള്ള കാര്യം നിങ്ങളോട് തന്നെ തുറന്നു പറയാൻ അവർ ആഗ്രഹിക്കുകയാണ്. അതോടൊപ്പം ഇതുവരെ നിങ്ങളിലേക്ക് പ്രകടിപ്പിക്കാതിരുന്ന ആ ഒരു സ്നേഹത്തെ പൂർണ്ണമായി നിങ്ങളിലേക്ക് എക്സ്പ്രസ് ചെയ്യാനായിട്ട് ഞാൻ തയ്യാറാണ്. മനസ്സുകൊണ്ട് ഞാൻ നിന്നോട് forgiveness ആണ്. എല്ലാ രീതിക്കും ഒരുപാട് ക്ഷമാപണം നടത്താൻ ആഗ്രഹിക്കുന്നു. കാരണം ഞാൻ എൻ്റെ ലൈഫിൽ ഇപ്പോൾ ഒരുപാട് struggling ആയ ഒരു സിറ്റുവേഷനിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പൊ ആ ഒരു പാസ്റ്റിലെ കഴിഞ്ഞ കാര്യങ്ങളെല്ലാം നീ ക്ഷമിക്കണം. നിന്റെ ലൈഫിലേക്ക് കടന്നു വരാൻ ഞാൻ തയ്യാറാണ്. നിന്റെ വാല്യൂ എനിക്ക് മനസ്സിലായി കഴിഞ്ഞു എന്നുള്ളൊരു കാര്യങ്ങൾ അവർ ഈ ഒരു സമയത്ത് നിങ്ങളോട് തുറന്നു പറയണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതും അവരുടെ ഹൃദയം കൊണ്ട് തന്നെ തൊട്ടവർ പറയണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പൊ ആത്മാർത്ഥമായിട്ട് തന്നെ അവരുടെ സ്നേഹത്തെ പൂർണ്ണമായിട്ടും നിങ്ങളിലേക്ക് നൽകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു പേഴ്സന്റെ എനർജിയാണ് നമുക്കിവിടെ കണക്ട് ആവുന്നത്. പ്രത്യേകിച്ച് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ളവർക്കായിരിക്കും കൂടുതലായിട്ട് റെസനേറ്റ് ആവുക. നിങ്ങളുടെ വ്യക്തിയുടെ എനർജി ആയിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുകയാണ് എന്നുണ്ടെങ്കിലും ഇനിയിപ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ള വ്യക്തികളാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ ഈ ഒരു എനർജി നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്ക് അട്രാക്ട് ചെയ്യാൻ താല്പര്യമാണെന്നുണ്ടെങ്കിലും പോസിറ്റീവായിട്ട് തന്നെ നിങ്ങൾക്ക് ക്ലെയിം ചെയ്തിട്ട് ഈ ഒരു എനർജിയെ അട്രാക്ട് ചെയ്യാവുന്നതാണ്.